നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ഹൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസിന്റെ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ശ്രുതി ആകെപ്പാടെ ടെൻഷനിലാണ്. എങ്ങനെയെങ്കിലും ചന്ദ്രമതിയെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയണം. ചന്ദ്രമതിക്ക് എങ്ങനെയാണ് ആ പരാതി പിൻവലിക്കാൻ സാധിച്ചത്, അത് ഇത്ര പെട്ടെന്ന് ആന്റി എന്തുകൊണ്ട് അത് പിൻവലിച്ചു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നേരെ ഭാമയുടെ അടുത്തേക്ക് വന്നു. പിന്നീട് ഭാമയെ പതുക്കെ സോപ്പിടുവാണ്. കാരണം ഭാമയ്ക്ക് അറിയായിരിക്കും സത്യങ്ങളൊക്കെ. ഒരു കാര്യമില്ലാതെ ആന്റി എന്താണെങ്കിലും ആ പരാതി പിൻവലിക്കില്ല എന്നറിയാം. എന്തെങ്കിലും ഒരു കാരണം കാണും. പിന്നീട് ഭാമയോട് പറഞ്ഞു, ആന്റി ഇവിടെ ഇരിക്കുക, ഞാൻ ആന്റിക്ക് ഹെഡ് മസാജ് ഒക്കെ ചെയ്തു തരാന്ന് പറഞ്ഞു. എന്റെ മോളെ എന്ത് ചെയ്യാനാ, നല്ല തലവേദനയുണ്ട്. ഇപ്പോഴാണെങ്കിൽ സ്ട്രെസ് കൂടുതലാ. അതെന്താ, നിന്റെ അമ്മായിമ്മ തന്നെ മതിയല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് വരും. എന്നിട്ട് എന്നോട് അത് പറയും ഇത് പറയും. അവസാനം എനിക്ക് പ്രഷർ കൂടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, എന്ത് ചെയ്യാനാ എൻ്റെ ആന്റി. ആന്റിയെ പോലെ ഒരാളെ കിട്ടുകയെന്ന് പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഭാഗ്യവാ. ശരിക്കും ആന്റിയുടെ മരുമോളുടെ ഭാഗ്യം എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മരുമോളെ കുറിച്ച് അറിയാലോ. കല്യാണം കഴിഞ്ഞ് 10 ദിവസം തികയുന്നതിന് മുമ്പ് മോനെയും വിളിച്ചോണ്ട് അവൾ അങ്ങോട്ട് പോയി. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായല്ലേ, ഈ വീട്ടിലാണ് ജോലികൾ ചെയ്യാൻ ഇപ്പൊ ആരുമില്ല. വേലക്കാരിയാണെങ്കിൽ 2-3 ദിവസമായിട്ട് ലീവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ആന്റി എന്തേലും ആവശ്യമുണ്ട് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് ചെയ്തു തരാന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ, മോൾക്ക് തന്നെ സമയമില്ലല്ലോ, പാർലറൊക്കെ പോണ്ടേ. എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഉള്ളൂ, ഞാൻ പതുക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഭയങ്കര തലവേദനയൊക്കെയാന്നൊക്കെ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞ മസാജ് ചെയ്ത് തരാന്ന്. ആന്റി ഇരിക്കാനും പറഞ്ഞുകൊണ്ട് ഭാമയെ പിടിച്ചിരുത്തി മസാജ് ചെയ്യിക്കുകയാണ്. ആ സമയത്ത് ഭാമ പറഞ്ഞു, ശരിക്കും നീ എൻ്റെ മോളെ പോലെ തന്നെയാ. നിന്നെ പോലൊരു മോളെ കിട്ടാനായിട്ട് ആരും ഒന്ന് കൊതിക്കൂന്ന് പറഞ്ഞു. ഇത്ര നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഭാഗ്യ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിച്ചു, ഇത് തന്നെ പറ്റിയ അവസരം. ശ്രുതി പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എൻ്റെ അമ്മായിമ്മയുടെ കാര്യം അറിയാലോ. അമ്മായിമ്മ ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ല. ഇത്ര പെട്ടെന്ന് ശരത്തിന്റെ മേലുള്ള പരാതിയൊക്കെ പിൻവലിക്കാൻ കാരണം എന്താന്ന് ആന്റിക്ക് അറിയാവെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ഭാവ പറഞ്ഞു, അവള് വെറുതെ പരാതി പിൻവലിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ലക്ഷങ്ങൾ വാങ്ങിയിട്ടല്ലേ എന്ന് ചോദിച്ചു. ലക്ഷങ്ങൾ വാങ്ങിട്ടോ? ആന്റി എന്താ പറയണെന്ന് ചോദിച്ചു. പെട്ടെന്നാണ് അബദ്ധം മനസ്സിലാവുന്നേ. ആ സമയത്ത് ഭാവ പറഞ്ഞു, അത് പിന്നെ ഞാനേ അറിയാതെ പറഞ്ഞു പോയതാന്ന് പറഞ്ഞു. അല്ലല്ല, അറിയാതെ ഒന്നും അല്ല. ആന്റി എന്തോ മനസ്സ് വിചാരിച്ച് പറഞ്ഞ, സത്യം പറ, എന്താ സംഭവിച്ചെന്ന് അറിയണോന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ഭാമ പറഞ്ഞു, അതെ ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. അല്ല കാര്യം എന്താ വെച്ചാ പറ. അത് പിന്നെ എന്താ, അത് 2 ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് പരാതി പിൻവലിച്ചേ. 2 ലക്ഷം രൂപ അതാര് കൊടുത്തു? കണ്ണക്കം ഇഴിഞ്ഞു വന്നു ശ്രുതിയുടെ. അത് വക്കീല് കൊണ്ടേ കൊടുത്താ. 2 ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ പരാതി പിൻവലിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ പരാതി ഇല്ലെന്ന് എഴുതി കൊടുത്തേ എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ വെറുതെ അല്ലല്ലേ എന്റെ പൊന്നു മോളെ, നീ ഇത് ആരോടും പറയരുത് കേട്ടോ. എന്നോട് ആരോടും പറയില്ലെന്നാ ചന്ദ്ര പറഞ്ഞിരിക്കുന്നേ. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ആന്റി വെറുതെ കള്ളത്തരം പറയരുത്, സത്യം പറയണേ. സംശയമുണ്ടോ വരാനും പറഞ്ഞുകൊണ്ട് മോളത്തെ മുറിയിലേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോയി. എന്നിട്ട് അലമാരി തുറന്ന പണം എടുത്ത് കാണിച്ചു കൊടുക്കണം. ഇവിടെ നോക്ക്, 2 ലക്ഷം രൂപയുണ്ട്. ഇതേ ചന്ദ്രമതി വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ പിടിക്കപ്പെടുമല്ലോ. രവിയണ്ണ അങ്ങനെ ചോദിക്കില്ലേ പണം ഇവിടുന്നാന്ന്. അതുകൊണ്ട് ചന്ദ്രമതി ഇത് ഇവിടെ വെച്ചിട്ട് പോയേക്കുന്നേ. ഓ, അപ്പൊ അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ്, വെറുതെ അല്ല. അപ്പോഴാണ് ഊടായ്പ മനസ്സിലാകുന്ന ചന്ദ്രമതിയുടെ ശ്രുതിക്ക്. അല്ല, ഒരു കാരണമില്ലാതെ പരാതി പിൻവലിക്കില്ലെന്ന് അറിയായിരുന്നു. അപ്പൊ അമ്മ ആള് കൊള്ളാലോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. ഇതേ സമയത്ത് സച്ചിയുടെ കണ്ണൊക്കെ പൊത്തി രേവതി ഹാളിലേക്ക് കൊണ്ടുവരണം. സച്ചി വെച്ച് എന്താ, അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ട് കണ്ണിലെ കയ്യം കൊടുത്തു. ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അവിടെ ഒരു സെറ്റിൽ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. കാരണം സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നേ. അപ്പൊ രേവതിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഒരു ബിസിനസ്സും കൂടെ തുടങ്ങിയാലോ, നല്ല കാര്യമാണ്. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ നല്ല പൈസയല്ലേ. രേവതിക്കാണെങ്കിലോ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. പൂക്കച്ചവടം അല്ലേ, അപ്പൊ ഇഷ്ടംപോലെ പൂവൊക്കെ മേടിച്ചാൽ അത് വേണ്ട പോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ രേവതിക്ക് അറിയാം. സച്ചി പറഞ്ഞു, കൊള്ളാം, ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞു ഫോട്ടോസ് എടുക്കുകയാണ്. പിന്നീട് രേവതിയോട്, നീ കൂടെ അവിടെ നിൽക്കുക. വേണ്ട സച്ചേട്ടാ, രേവതി ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കണമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത്ര ഐഡിയ ഒക്കെ നിനക്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വർഷ അങ്ങോട്ട് വന്നു. വർഷ വന്നിട്ട് ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ? ആഹാ, ഇത് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ. പിന്നെ ചോദിച്ചു, ഇതെന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും സച്ചു പറഞ്ഞു, അത് സ്റ്റേജ് ഡെക്കറേഷനാ. സ്റ്റേജ് ഡെക്കറേഷനോ? അതെ, രേവതിക്ക് സ്റ്റേജ് ഡെക്കറേഷനും കൂടെ താല്പര്യമുണ്ട്. കാരണം ഇപ്പൊ പൂ കൊണ്ടാ കൊടുക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ സ്റ്റേജ് ഡെക്കറേഷനോട് പിടിക്കുവാണെങ്കിൽ ഈ കല്യാണത്തിനൊക്കെ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ വരുമല്ലോ.
അത് കേട്ടപ്പോൾ വർഷ പറഞ്ഞു കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ 2-3 ഫോട്ടോസൊക്കെ ഞാൻ എടുക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആൾക്കാരോട് പറഞ്ഞ് ഇത് കാണിച്ചു കൊടുക്കുവാണെങ്കിൽ ഇഷ്ടമുള്ളവരൊക്കെ ബുക്ക് ചെയ്യുവാണെങ്കിൽ നല്ല കാര്യമല്ലേ, കുറച്ച് പൈസ കിട്ടുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു. വർഷ പറഞ്ഞു അതിന് ഇങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെയോ, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നല്ല റീച്ചും കിട്ടും. അത് മാത്രമല്ല ആൾക്കാരൊക്കെ അറിയുകയും ചെയ്യും. അതിനിപ്പോൾ എന്ത് ചെയ്യണം, അതിപ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തരണം. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ വിളിച്ച് ബുക്ക് ചെയ്തോളും. ഫോൺ നമ്പരും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു അല്ല അത് പിന്നെ സച്ചേൻ്റെ ഫോണിനകത്ത് ഇപ്പോൾ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് വർഷയ്ക്ക് സെൻഡ് ചെയ്താൽ പോരെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വർഷ പറഞ്ഞേ അത് പോരാ, രേവതി ചേച്ചി ഒരുങ്ങി വന്നിട്ട് രേവതി ചേച്ചിയും കൂടെ ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? അല്ല എല്ലാവരും ബുക്ക് ചെയ്യണം, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, കുറഞ്ഞ പൈസയ്ക്ക് ഡെക്കറേറ്റ് ചെയ്ത് തരുമെന്നൊക്കെ. അതിന് ഞാൻ നിൽക്കണമെന്ന് ചോദിച്ചു. പിന്നല്ലാതെ ഞാനാണോ നിൽക്കുന്നത്? ഇപ്പം എല്ലാവരും ഓർഡർമാരൊക്കെ ഇങ്ങനെ പരസ്യം ചെയ്യുന്നത് സ്വന്തം കമ്പനിക്ക് വേണ്ടിയിട്ട്, ടെക്സ്റ്റൈൽസിനും ജ്വല്ലറിക്കും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം രേവതി ചേച്ചി എന്നെ നിന്നാൽ മതി. അതെ, എന്തെങ്കിലും നല്ല സാരിയും കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ പരസ്യത്തിൽ നിൽക്കാൻ പാകത്തിനകത്തുള്ള അതാണോ? ദേ ഇപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് വന്നുള്ളൂ. ചേച്ചിക്ക് 1-2 വേണ ഫാൻസി സാരി എൻ്റെ കയ്യിലുണ്ട്, അതിനകത്ത് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ച് എടുത്തു, അത് എടുത്തോണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു എന്നാലും ശരിയാകുമോ? സച്ചു ഇവിടെ നല്ലൊരു കാര്യത്തിലല്ലേ രേവതി എന്ന് ചോദിച്ചു. പിന്നീട് വർഷ എന്ത് ചെയ്തു, കവറിനകത്ത് നല്ലൊരു സാരി എടുത്ത് കാണിക്കണം. ഇത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഇഷ്ടപ്പെട്ടു, എങ്കിൽ ഇത് പോയി ഉടുത്തോണ്ട് വരാൻ പറഞ്ഞു. വേണ്ട വർഷേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് രേവതിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് ആ സാരിയൊക്കെ ഉടുപ്പിച്ചു. പിന്നീട് വർഷം അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും സച്ചു ചെന്തിയെ രേവതി എന്തിയെന്ന് ചോദിച്ചു. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും രേവതി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചു ഒരു അമ്പരപ്പോട് നോക്കി. കൊള്ളാലോ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇപ്പം കണ്ടിട്ട് പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ നിൽക്കുന്ന പെൺകുട്ടിയെ പോലുണ്ട്. അപ്പോഴേക്കും രേവതി പറഞ്ഞു പിന്നെ അത്രയ്ക്കൊന്നും ഇല്ല സച്ചേട്ടാ, സത്യമായിട്ട് പറയണ, അന്ന് ആ പൗഡർ എടുത്ത് നിന്നെ ഒരുക്കിയില്ലേ, അപ്പൊ ഇതുപോലെയൊക്കെ തന്നെ ഉണ്ട്, നല്ല ഭംഗിക്കാ. നീ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഒരുങ്ങിയൊന്നും നടക്കാറില്ലല്ലോ, പൗഡർ എടുത്താണ് എപ്പോഴും ഭയങ്കര അടിപൊളിയായിട്ടല്ലേ നടക്കണേ, നീ പക്ഷെ അങ്ങനെയല്ലോ, നിന്നെ കണ്ടാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. രേവതിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോഴേക്കും വർഷ പറഞ്ഞു ഇങ്ങോട്ട് നീങ്ങിക്കുക, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോണിനകത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് പറഞ്ഞു ഇത് വെച്ച് നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇനിയിപ്പം സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ രേവതി ചേച്ചിനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കും ഭയങ്കര സന്തോഷമായി. നല്ലൊരു കാര്യമല്ലേ എന്നൊരു ചിന്ത മനസ്സിലും വന്നു. അതേ സമയത്ത് ശ്രുതി കടയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി തിരക്കിട്ട ജോലിയിലായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി അങ്ങോട്ട് വന്ന് ശ്രുതിയോട് പറഞ്ഞു ശ്രുതി ഇതേ 2-3 സബ് ഡീലേഴ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നീ ഒന്ന് കൺഫേം ചെയ്യണം, പിന്നെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രുതി പറഞ്ഞു അത് പിന്നെ നീ ഇവിടെ എങ്ങും അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട്. അതെ കുറച്ചൊക്കെ നീ ശ്രദ്ധയോടെ ഇരുന്നേ, ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കാണ് ശ്രുതിയുടെ ഫോണിലേക്ക് കോള് വരുന്നത്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അതെ എനിക്കൊരു പ്രധാനപ്പെട്ട ക്ലയന്റ് എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്യട്ടെ, അത് പിന്നെ മതി എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല ശ്രുതി, എനിക്ക് എൻ്റെ ജോലിയും കൂടെ നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു. അത് വേറെ ആരും ആയിരുന്നില്ല, നവീൻ ദാസിന് വേണ്ടിയിട്ട് ആന്റണി വിളിക്കുന്നായിരുന്നു. അങ്ങനെ ആന്റണി വിളിച്ചിട്ട് ചോദിച്ചു പണത്തിന്റെ കാര്യമൊക്കെ എന്തായെന്ന് ചോദിച്ചു. എന്ത്? അല്ല പണം കൊണ്ടാ തരാൻ പറഞ്ഞിട്ട്. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആന്റണി, കുറച്ച് ടൈറ്റിലാണ്, കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞു. ഇനി ഒരു സാവകാശം ഇല്ല, അവനുണ്ടല്ലോ ആ നവീന്, അവൻ മരിക്കാറായി കിടക്കുക, എത്രയും പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, കൊണ്ടുപോയില്ലെങ്കിൽ അവൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ കൊണ്ട് അവന്റെ ബോഡി ഞാനിടും, ഞാൻ കൈയൊഴിയും, പിന്നെ അറിയാലോ ശ്രുതിയുടെ പേര് കേസ് വരും, ശ്രുതി അകത്താവുകയും ചെയ്യും, ശ്രുതി ജയിലിൽ കിടക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട ശ്രുതി ചോദിച്ചു നീ എന്താ ആന്റണി ഇങ്ങനെയൊക്കെ പറയണേ, കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയരുത്, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ അവനെ പിടിച്ചോണ്ട് വന്നേ. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അതിന് ഞാൻ അവനെ ഇമ്മാതിരി തല്ലാനൊന്നും പറഞ്ഞല്ലോ, അത് പിന്നെ കൈ കിട്ടിക്കഴിപ്പോൾ നാളെല്ലാം കൊടുത്തു, അത് താങ്ങാനുള്ള ശേഷി അവനില്ലായിരുന്നു, അത് ഞങ്ങളുടെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് പണം തന്നില്ലെങ്കിൽ അവന്റെ ബോഡി വീടിന്റെ മുറ്റത്ത് വരുമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് കോൾ അങ്ങോട്ട് കട്ട് ചെയ്ത് ആന്റണി. അപ്പോഴേക്കും വല്ലാത്തൊരു വിമിഷ്ടമായിപ്പോയി ശ്രുതിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ ഭഗവാനെ പെട്ടുപോയോ, തൻ്റെ വീടിൻ്റെ മുന്നിൽ അങ്ങനെ കൊണ്ടുവന്ന് ബോഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യും. എന്താ ചെയ്യേണ്ടത്? 2 ലക്ഷം രൂപ ഉടനെ കൊടുക്കണം. ഇങ്ങനെ തല പോഞ്ഞ് ആലോചിക്കുകയാണ്. അപ്പോഴാണ് ശ്രുതിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഐഡിയ വരുന്നത്. ഭാമാൻ്റിയുടെ വീട്ടിൽ പണം ഇരിപ്പുണ്ട്, ചന്ദ്രമതി ആൻറ്റി വക്കീലിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് 2 ലക്ഷം രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പണം കിട്ടുവാണെങ്കിൽ നല്ല കാര്യമാണ്. ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് ആ പണം എടുക്കാനുള്ള
പുറപ്പാട് നോക്കണം. അങ്ങനെയൊക്കെ ശ്രുതി വിചാരിച്ചു. അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി വന്നിട്ട് പറഞ്ഞു, ശ്രുതി ഈ പേപ്പർ വെച്ചോ, ചിലപ്പോൾ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് വരുമായിരിക്കും ഇപ്പം തന്നെ, നീ അത് ഡീൽ ചെയ്തോണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പുറത്തേക്ക് പോവാണ്. അപ്പം ശ്രുതിക്ക് വേറെ രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ശ്രുതി ഇങ്ങനെയൊന്ന് ആലോചിച്ചിട്ട് അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചു. എന്നിട്ട് ആ പേപ്പറൊക്കെ അയാളുടെ കൊടുത്തിട്ട് പറഞ്ഞു, കട നോക്കിക്കണം, എനിക്ക് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ക്ലയന്റ് വരുന്നുണ്ട് പാർലറിലേക്ക്, ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. എത്രയും പെട്ടെന്ന് ആ പണം അടിച്ചു മാറ്റണം എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി ഭാമയുടെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ചന്ദ്രമതി ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയെ കണ്ടപ്പോൾ ചോദിച്ചു, ഇതെന്താ മോളെ നീ ഇവിടെയെന്ന് ചോദിച്ചു. അത് പിന്നെ ആൻറ്റി ഞാനേ ഒരു ക്ലയന്റിനെ കാണാണ്ടായിരുന്നു, അപ്പൊ വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു, അപ്പൊ അതിനു വേണ്ടി വന്ന ഒരു നോർത്ത് ഇന്ത്യക്കാരായിരുന്നു പറഞ്ഞു. ഓ അങ്ങനെയായിരുന്നല്ലേ. എന്നിട്ട് ആ മേക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആൻറ്റിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. എൻ്റെ ആൻറ്റി ഭയങ്കര ഭരതനാട്യം നന്നായിട്ട് ഭരതനാട്യം ഒക്കെ ചെയ്യുന്ന ആളാണ്, ഒരു ഡാൻസ് ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ആണോ? എന്നിട്ടോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, ആൻറ്റിയെ കാണാനൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ആൻറ്റിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ആൻറ്റി ഭരതനാട്യം വേഷത്തിൽ നിൽക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ കുറെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നു പറഞ്ഞു. ആണോ, കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു. ബാമേ നീ ഇത് കേട്ടോ, എൻ്റെ മരുമോൾക്ക് എന്നോട് എത്രമാത്രം സ്നേഹമാണ്, ആൻറ്റി ബാ ഇതെടുത്തു തരാന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണ്. അങ്ങനെ ബാമയും ചന്ദ്രമതിയും കൂടെ സ്വീറ്റ്സ് ഒക്കെ കഴിക്കുവാണ്. ആ സമയത്ത് ശ്രുതി പതുക്കെ എന്ത് ചെയ്തു, ഫോൺ എടുത്തു. അയ്യോ എനിക്കൊരു കോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ പറ മാഡം, എന്തൊക്കെയുണ്ട് മാഡം വിശേഷം ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ റേഞ്ച് കിട്ടുന്നില്ലാത്ത പോലെ ഇങ്ങനെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പൊ സീറ്റ്സ് കഴിക്കുന്ന തിരക്കിലായതുകൊണ്ട് ഭാമയും ചന്ദ്രമതി ശ്രദ്ധിച്ചു പോലുമില്ല. നേരെ വരുന്ന ഭാമയുടെ മുറിയിലേക്കാണ്. അവിടെ വന്ന പണം അടിച്ചു മാറ്റാനായിട്ടായിരുന്നു ശ്രുതിയുടെ പുറപ്പാട്. എത്രയും പെട്ടെന്ന് ആ പണം അടിച്ചു മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ്. താക്കോലൊക്കെ എവിടെ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അതുകൊണ്ടാണ് ശ്രുതിക്ക് ഇത്ര ആത്മവിശ്വാസം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. എന്താണെങ്കിലും ശ്രുതിയുടെ കള്ളത്തരം കാണാൻ ശ്രുതിക്ക് ഇടിവിട്ട് പണി തന്നെ കിട്ടുന്നുണ്ടിനി. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.